വെൽക്കം ടു എഡ്യൂന അക്കാഡമി. എഡ്യൂന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗസറ്റ് ഡേറ്റ് 30/12/2024, ലാസ്റ്റ് ഡേറ്റ് 29/1/2025. കാറ്റഗറി നമ്പർ 507/2026. ഹയർ സെക്കൻഡറി കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ ഫിസിക്സ്, HSST ഫിസിക്സിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. Note: higher secondary school teacher means full-time post of higher secondary school teacher senior. വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 വേക്കൻസിയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് 20-നും 40-നും ഇടയ്ക്കുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കും ഷെഡ്യൂൾഡ് ട്രൈബിനും വയസ്സുകളവ് ഉണ്ടായിരിക്കുന്നതാണ്. The rank list is selected candidate published by the Commission in response to the notification shall remain in force for a minimum period of 1 year, provided that the said list will continue to be in force till publication of new list after expiring of the minimum period of 1 year or till the expiry of 3 years, whichever earlier. Relaxation in upper age limit up to 43 years as on first day of January 2024 shall be allowed to the qualified ministerial staff under the Higher Secondary Education Department for direct recruitment to the category of Higher Secondary School Teacher Junior. Qualification വരുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ കൺസേൺ സബ്ജക്റ്റ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% mark for any of the universities in Kerala or a qualification recognized as equivalent thereto in the respective subject by university in Kerala. Qualification to B.Ed in concerned subject after a regular course of study from any of the universities in Kerala or a qualification recognized as equivalent there by the universities in Kerala. മാസ്റ്റർ ഡിഗ്രി ഫിസിക്സിലെ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. 50% മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ B.Ed റെഗുലർ B.Edഉം ഉണ്ടായിരിക്കണം. or MSc education in the concerned subject with not less than 50% mark from any of the regional institute of education sponsored by National Council for Education Research and Training CERT. Must have passed the state LG test for the post of higher secondary school teacher conducted by Kerala Government of Kerala by the agency authorized by the state government.
വളരെ രജിസ്ട്രേഷൻ പ്രൊഫൈൽ മുഖേനയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് കയറിയിട്ട് അപ്ലൈ നൗ എന്ന് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. Return or OMR or online test is conducted as part of this selection. Submit a confirmation for writing the examination through their one-time registration profile. അതായത് എക്സാമിനേഷൻ എഴുതുന്നു എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി കൊടുക്കേണ്ടതാണ്. കൊടുത്തവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 29/1/2025 വെനസ്ഡേ അപ് ടു 12 midnight. 29/5/2025 വെനസ്ഡേ രാത്രി 12 മണി വരെ മാത്രമാണ്. ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വീണ്ടും മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. വകുപ്പ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. ഉദ്യോഗപേര് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്. ശമ്പളം വരുന്നത് 55,200, 1,15,300. ഒഴിവുകളുടെ എണ്ണം 2. നേരിട്ടുള്ള നിയമനമാണ്. 20-നും 40-നും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യോഗ്യത 50% മാർക്കിൽ കുറയാതെ ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് ഫിസിക്സിൽ നേടിയ ബിരുദാനന്തര ബിരുദം, ഒപ്പം B.Ed സെറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. സ്പെഷ്യൽ റൂൾ അനുസരിച്ച് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഫിസിക്സ്, MSc ഫിസിക്സ്, ഇക്വലൻ്റ് ആയിട്ട് പറയുന്നത് MSc ഫിസിക്സ് ഇലക്ട്രോണിക്സ്, MSc അപ്ലൈഡ് ഫിസിക്സ്, MSc ഫിസിക്സ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്, MSc ഫിസിക്സ് ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, ഫിസിക്സ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ്, MSc ഫിസിക്സ് ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, ഫിസിക്സ് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ. ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്.
നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അപ്ലൈ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്തവർ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുക. 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ സൈനും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് അപ്ലോഡ് ചെയ്ത തീയതി മുതൽ 10 വർഷത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. ആപ്ലിക്കേഷൻസിൻ്റെ സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. മൈ ആപ്ലിക്കേഷൻ ലിങ്കിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായ തെളിയിക്കുന്ന അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ കൺഫർമേഷൻ OMR ഓൺലൈൻ പരീക്ഷ അല്ലെങ്കിൽ റിട്ടേൺ എക്സാം ഇതിന് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അപേക്ഷ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. പ്രകാരം സ്വീകരണം നൽകുന്നവർക്ക് മാത്രം അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാന 15 ദിവസം ലഭ്യമാക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കപ്പെടുന്നതാണ്. സ്ഥിരീകരണം നൽകേണ്ട കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ച് അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായ തീയതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. ഇത് സംബന്ധിച്ച് അറിയിപ്പ് വിദ്യാർത്ഥികളുടെ പ്രൊഫൈലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നൽകുന്നതാണ്. പ്രൊഫൈലിലൂടെ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. Thanks for watching my video. ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസും എല്ലാം ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. എഡ്യൂന അക്കാഡമിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ചാനൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക. വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലേക്ക് എത്തുന്നതിന് ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു. Thank you.